ഒരിക്കൽ പരിക്കുപറ്റി ബോൺസ് വീട്ടിലേക്ക് വരുമ്പോൾ തമാര ബോൺസിനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബോൺസിനോട് അടുപ്പം കാട്ടി ബോൺസിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാനും അതുപോലെ തന്നെ ബോൺസിനെ ട്രീറ്റ് ചെയ്യാനുമൊക്കെ തമാര ശ്രമിച്ചു. കൂട്ടത്തിൽ ജെറാഡിനെ പറ്റിയും തമാര സംസാരിച്ചു. ജെറാഡ് എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും അവനെ എങ്ങനെയെങ്കിലും സന്തോഷവാനാക്കണമെന്നും തമാര ബോണിനോട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം ആ ദൗത്യം ബോൺസ് ഏറ്റെടുത്തു. ജെറാഡിനെ മാർഷ്യൽ ആർട്സ് പഠിപ്പിക്കാൻ ബോൺസ് ആരംഭിച്ചു. ഇതേ സമയം ജെയിംസും ജെയിംസിന്റെ കൂട്ടാളികളും നഗരത്തിൽ അക്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം റോഡിലൂടെ പോകുന്ന ഒരു സ്ത്രീയെ ജെയിംസിന്റെ കൂട്ടാളികളും ജെയിംസും ചേർന്ന് കൊലപ്പെടുത്തുന്നുണ്ട്. ഈ കൊലപാതകം നേരിട്ട് കാണുകയാണ് റോബർട്ടോ. അധികം വൈകാതെ ഹാമർമാനുമായി ഫൈറ്റ് ചെയ്യാൻ ബോൺസിന് അവസരം ലഭിച്ചു. എല്ലാവരും വളരെ ആവേശത്തോടെ കാണാൻ ആഗ്രഹിച്ച ഫൈറ്റ് ആയിരുന്നു അത്. എന്നാൽ എല്ലാവരെയും അതിശയപ്പെടുത്തി ഹാമർമാനെ നിഷ്പ്രയാസം ബോൺസ് കീഴ്പ്പെടുത്തുന്നു. തന്റെ കരുത്തനായ ഫൈറ്റർ ബോൺസിന് മുമ്പിൽ ആരുമല്ല എന്ന് ജെയിംസിന് മനസ്സിലായി. നാളുകൾക്ക് ശേഷം ഫൈറ്റിൽ തോറ്റതുകൊണ്ട് പിൻബോളിന് ജെയിംസ് പണം കൈമാറി. പിന്നാലെ ജെയിംസ് ബോൺസിനെയും പിൻബോളിനെയും ഡിന്നറിന് ക്ഷണിച്ചു. തന്റെ ഫൈറ്ററായി ഇന്റർനാഷണൽ ഫൈറ്റിംഗ് അറീനയിൽ ബോൺസ് പങ്കെടുക്കണമെന്ന് ജെയിംസ് ആവശ്യപ്പെട്ടു. വലിയ സമ്പന്നരായിട്ടുള്ള വ്യക്തികളുടെ ഫൈറ്റേഴ്സ് ആണ് ഈ ഇന്റർനാഷണൽ ഫൈറ്റിംഗ് അറീനയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമായും ആയുധ കച്ചവടക്കാരനായ ഫ്രാങ്ക്ലിൻ മക്കയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്.